ഒരു ശാസ്ത്രമേള കാലത്ത് ശാസ്ത്രത്തോട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു കുട്ടിയുടെ കയ്യിൽ പരീക്ഷണ വസ്തു കൊടുത്തുകൊണ്ട് 2-3 കുട്ടികളെ കാണികളായി വിളിച്ചിട്ട് അധ്യാപകൻ പറഞ്ഞു, നാളെ നീ ഇത് സബ്ജില്ലയിൽ പോയി ചെയ്യേണ്ടതാണ്, ഇവിടെ ഒന്ന് ചെയ്തു കാണിക്കുക. കുട്ടി ഒന്ന് ഞെട്ടി. കാരണം കുട്ടിക്ക് ശാസ്ത്രം തീരെ ഇഷ്ടമല്ല. അതുമല്ല, കുട്ടിക്ക് ആൾക്കാരെ നോക്കി സംസാരിക്കാനുള്ള ഭയമുണ്ട് താനും. പ്രതിമ പോലെ ആ പരീക്ഷണ വസ്തു നോക്കി നിൽക്കുന്ന കുട്ടീനെ കണ്ട അധ്യാപകൻ പറഞ്ഞു, ഇങ്ങനെ പേടിച്ച എങ്ങനെയാ? ഇന്നിവിടെ ചെയ്തില്ലെങ്കിൽ നാളെ നിനക്കത് ചെയ്യാൻ പറ്റില്ല. ഇന്നിവിടെ ചെയ്താൽ നാളെ നീ ജയിക്കും, ഉറപ്പാ, നിന്നെ കൊണ്ട് പറ്റും. ആ വാക്കിലാണ്, ആ ഒരു പ്രചോദനത്തിലാണ് കുട്ടി ആ പരീക്ഷണം ചെയ്തതും പിറ്റേ ദിവസം കുറച്ചുപേരുടെയെങ്കിലും കണ്ണിൽ നോക്കി സംസാരിച്ചത്. അധ്യാപനം എന്ന് പറയുന്നത് കേവലം ഒരു സിലബസിലോ ഒരു ക്ലാസ് മുറിയിലോ ഒരു സ്കൂളിലോ അല്ലെങ്കിൽ ഒരു കോളേജ് ക്യാമ്പസിലോ ഒതുങ്ങേണ്ട ഒന്നല്ല. അധ്യാപനത്തിന് ഒരു വ്യക്തിയെ വ്യക്തിയാക്കുന്നതിൽ, ഒരു വ്യക്തിയിലെ വലിയ മാറ്റം സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്കുണ്ട്. ഒരു പ്രസിദ്ധമായ കോട്ടുണ്ട്, ടു ദ വേൾഡ് യു മേ ബി ജസ്റ്റ് എ ടീച്ചർ, ബട്ട് ടു യുവർ സ്റ്റുഡൻസ് യു ആർ ദ ഹീറോ. അധ്യാപക ദിനാശംസകൾ.